എന്തായിരുന്നു ഈ fullness നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത്? When was the fullness come into our life? ഓ, നിങ്ങൾ രക്ഷയിലേക്ക് കടന്നു വന്നപ്പോഴാണോ? When did that happen? It was the time that you come into salvation? നിങ്ങൾ സ്നാനപ്പെട്ടപ്പോഴാണോ? Was it the time that you got baptized? ഓ, നിങ്ങൾ നിന്റെ പെറ്റമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴാണോ? When we were being made inside of the womb of your mother? അല്ലെങ്കിൽ നിന്റെ ഹല്ലേലൂയ ഒരു ചർച്ചിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തപ്പോഴാണോ? Was it when you were being added into a church? അല്ലേയല്ല, യേശു ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ അവസ്ഥയിൽ തന്നെ നിന്റെ മേൽ ആത്മാവ് പകരപ്പെട്ടുവത്രേ. It's not on any of those times, but when Jesus was died on the cross, resurrected on the third day, at that moment your name had been written and you have been given the Spirit of the Lord. യേശു ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ നിമിഷം തന്നെ നടക്കപ്പെടുവാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ വർഷങ്ങൾക്കും കാലങ്ങൾക്കും പതിറ്റാണ്ടുകൾക്കും മുന്നേ തന്നെ, ലോക സ്ഥാപനത്തിന് മുന്നേ തന്നെ ദൈവം പദ്ധതിയിട്ടതത്രേ ഇത്. Amen, amen, hallelujah. The fullness was come when he has been on the cross and died and resurrected. At that moment everything was done. But it has been taken time, but just to get to know to the people that the fullness has come into their life. ഇതത്ര ഞാൻ കഴിഞ്ഞ കാലങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു ദിവസം ഇപ്രകാരം പറയുകയുണ്ടായത്. I had shared this before sometime. അപ്പോസ്തലനായ പൗലോസ് രക്ഷയിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം എന്നെ ഹല്ലേലൂയ ഇവന്മാരുടെ എൻകൗണ്ടർ ഉണ്ടായി ഞാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടു എന്ന്. When the Paul came into the redemption, he said that I had an encounter at the gate of Damascus. എന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്നെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, പെറ്റമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ അവൻ എന്നെ വേർതിരിച്ചു എന്ന്. Same Paul had mentioned after some time that I had been called, I had been separated even before I was made inside the womb of God. എന്നാൽ കുറച്ച് കാലം കൂടി മുന്നോട്ട് പോയപ്പോൾ അവൻ വീണ്ടും വിളിച്ചു പറഞ്ഞത് ഇപ്രകാരം അത്രേ, ലോക സ്ഥാപനത്തിന് മുന്നേ തന്നെ എന്ന്. And again he mentioned after some time, it's not at that point as well, it was even before the creation of the universe. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുക എന്നുള്ളത് ലോക സ്ഥാപനത്തിന് മുന്നേ ദൈവം ചെയ്ത പ്രവൃത്തി അത്രേ. Amen, amen, hallelujah, that you are sitting inside of this building. This was being written, it was being planned even before the creation of the universe.